മെറ്റഡോർ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ആറങ്കോട്ടിലായിരുന്നു പോവാണ്, അവിടെ ഒരു ഫാം കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇന്നിപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യണത് വേറൊരു ഫോണിൽ, ഒരു സാംസങ് നോട്ട് 9 അതിലാണ് ചെയ്യണത് വീഡിയോ. ഒന്ന് എൻ്റെ ഫോൺ കംപ്ലൈൻറ്റ് ആയപ്പോഴേ വേറൊരു ഫോൺ തൽക്കാലം സെക്കൻഡ് എടുത്താണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് കൂടി നോക്കി നോക്കാം. ഫ്രണ്ട് ക്യാമറയിൽ എടുക്കണം കേട്ടോ, ബാക്കി മറ്റേതൊക്കെ ഞങ്ങൾ ബാക്ക് ക്യാമറയിൽ എടുക്കാറ്, കാരണം വേറെ ആളുണ്ടാവും. ഇന്നിപ്പോൾ അനിയൻ വരുന്നില്ല, അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, വർക്കോളം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങളൊരു ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട്, ഐഫോൺ വെച്ചിട്ടുണ്ട്, ഐഫോൺ 7 വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ പോണ വഴികളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല മഴ ഉണ്ട് ഇന്നിപ്പോൾ ഇവിടെ. യെല്ലോ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കണത്. എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രണ്ട് ഉദ്ദേശങ്ങളായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ കാണുന്നത്. അതായത് ആറങ്കോട്ടുകരയ്ക്ക് അടുത്ത് വരവൂര് UP സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഫാമാണിത് കേട്ടോ. ഇവിടെ അവർ മീൻ വളർത്താൻ വേണ്ടി അതിൻ്റെ പണികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പോണ വഴിക്ക് അവിടെയും കൂടി ഒന്ന് കയറാച്ചിട്ട് ഞങ്ങളൊന്ന് കയറിയതാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒന്ന് പറയണോ. ഇത് അഡ്വാൻസ് ബയോഫോക്കാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ബയോഫോക്കിൻ്റെ കണ്ടിട്ടുണ്ട്, ഇത് ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അപ്പോൾ ജനറേറ്റർ ഇതിനെന്താ വെച്ചാൽ കറണ്ട് നിർബന്ധമാണ് ഈ സംഭവത്തിന്. 24 മണിക്കൂറും കറണ്ട് വേണം. പക്ഷേ ഇവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 5 മണിക്കൂറോളം ഈ ഒരു പരിപാടിക്ക് കറണ്ട് ഇല്ലെങ്കിലും, ഈ ഒരു രീതിയിൽ ചെയ്യണതിന് കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അവർ 2 മോട്ടറുകളോട് വെച്ചിട്ടുണ്ട്, കാണാനല്ലോ 2 മോട്ടറുകൾ. എയർ വെള്ളത്തിൻ്റെ അല്ല കേട്ടോ, അത് എയർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ കാണാനില്ലേ, ഒരു ഇതൊക്കെ പ്രത്യേക ഒരു സൈഡിൽ വെച്ചിരിക്കണു. അത് എയർ നമ്മുടെ അപ്പുറത്തേക്കുള്ള വെള്ളം സംഭരിച്ചേക്ക് എയർ പോകാൻ വേണ്ടിയിട്ട് വെച്ച 2 സംവിധാനങ്ങൾ. അതെന്താ വെച്ചാൽ കുറച്ച് നേരം ഒരു മോട്ടർ വർക്കാവും, ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ കട്ടായിട്ട് ടൈമർ വെച്ചിരിക്കുകയാണ്. 5 മണിക്കൂർ വർക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടാമത്തെ മോട്ടർ വർക്കാവും. ഈ 2 മോട്ടറുകളാണ് അവിടെ വർക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇതാ മോളിക്കൊരു പൈപ്പ് പോയിരിക്കണതാണ്, ഒരു PVC പൈപ്പ്. അതെന്താ വെച്ചാൽ ഇതിക്ക് വേണ്ട പൈപ്പ് അത് അതിലൂടെ എടുക്കും, പുറത്തുനിന്ന് എയർ വലിച്ചെടുക്കാനാണ് കേട്ടോ. ഈ മോട്ടറിന് വേണ്ട എയർ ഇതാ മോളിക്കൊരു പൈപ്പ് ഇട്ടിരിക്കുന്ന കാണാം. ഇതുവഴി വലിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഇതിക്ക് വേണ്ട, അതായത് ഈ മോട്ടർ എയർ ഇതുവഴി നേരെ എന്ത് ചെയ്യും, നേരെ കുളത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുളത്തിൻ്റെ ആ അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കണതെന്ന് ഒന്ന് പോയി നോക്കാം. നോക്കുക, അവിടെ കണ്ടില്ലേ വെള്ളം തിളച്ച് മറന്ന് കണ്ടില്ലേ, വെള്ളം തിളച്ച് മറിയല്ലാതെ അത് അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഇതേപോലെ നേരത്തെ നമ്മൾ കണ്ട മോട്ടറിൽ നിന്ന് ഉള്ള എയർ പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ. ആ അറ്റം വരെ നിങ്ങൾക്ക് കാണാം. ആ അറ്റം വരെ കാണുന്ന ഭാഗങ്ങളിൽ ഈ ആ സെൻറ്ററിൽ കൂടെ ഒരു പൈപ്പ് പോണ് കണ്ടില്ലേ, ഞാൻ എൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുത്തു തരാം. അപ്പോൾ ആ പൈപ്പിൽ നിന്ന് ചെറിയ ചെറിയ പൈപ്പുകൾ ഇട്ടിട്ട് ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ആ ചെറിയ പൈപ്പിലൂടെ എയർ വന്നിട്ട് ഇതിങ്ങനെ മറിയും. ഈ അഡ്വാൻസ് ബയോഫോക്കിന് ഈ എയറിൻ്റെ സംവിധാനം വേണത്രേ. വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ചെയ്യണത്. പിന്നെ ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ മത്സ്യകൃഷിയായിട്ട് യാതൊരു ബന്ധമില്ല. വീട്ടിൽ ചെറിയൊരു ടാങ്കിൽ കൂടി ഞാൻ മീനിനെ വളർത്തുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ കൂടുതൽ പറഞ്ഞാൽ അബദ്ധമാക്കണില്ല. ഓക്സിജൻ വരുന്നുണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന്, അത് മറ്റേ നേരത്തെ കണ്ട എയർ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള ആളോട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാൻ വേണ്ടി പറയാം. മുഴുവനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 6 മാസം എടുക്കും. അല്ലല്ല, 6 മാസം, ഒരു 15 ദിവസത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിടാനുള്ള ഒരു സെറ്റപ്പ് ആവും. അതുവരെ ഇപ്പൊ എയർ ഇങ്ങനെ മീനൊക്കെ എവിടെ നടക്കണേ, ഞങ്ങളത് വല്ലാർപാടത്തുനിന്നും അങ്ങനെ ഗ്രോവലിന്റെയും ഫിഷ് അങ്ങനെ കുറെ സ്ഥലത്തുനിന്നും ഉണ്ട്. എവിടുന്ന നല്ല റേറ്റ് കുറവും ഗ്രോത്ത്. ഏത് മീനാ തിലോപ്പി, ചിത്രലാടി, പിന്നെ ഒന്നില് കൊഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ശരി ശരി. ഒന്നില് കൊഞ്ച് മാത്രല്ലേ? രണ്ടിനും ഒരേ തന്നെയാണ് പറയണത്? രണ്ടിനും ഇത് വ്യത്യാസമുണ്ട്. സാൾട്ട് ഇടുന്നതിന്റെയും ഓരോ കാര്യങ്ങളിൽ വേരിയേഷൻ വരും. കൊഞ്ചിന് കുറച്ചും കൂടി കൂടുതൽ വേണം, ഇതിന് അത്ര കൂടുതൽ വേണ്ട. ഇതിപ്പോ പഠിച്ചത് എവിടുന്ന ഇതിന്റെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവരുടെ ഞാൻ നോക്കാൻ വേണ്ടി വന്ന ഒരാളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഒരു 5-6 മാസമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ ഒപ്പം നിന്നിപ്പോ ഏകദേശം ഒരുവിധമൊക്കെ ഇതിന്റെ വലിയൊരു സാറുണ്ട്, നമ്മുടെ ഒരു പ്രസാദ് മനയിൽ എന്ന് പറഞ്ഞിട്ട്. അയാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി. എങ്ങനെ അതിപ്പോ ഇതിന്റെ പഠിച്ച ആളാണല്ലേ? ഓ ശരി ശരി.
ഇതിപ്പോ എത്ര സ്ഥലത്താണ് നിൽക്കണെന്ന് അറിയോ? 40 സെന്റ് സ്ഥലത്താണ്. 10 സെന്റാണ് ഒരു കുളത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 19-20 സെന്റിലാണ് ഈ വർക്ക് മുഴുവൻ ചെയ്തിരിക്കുന്നത് മൊത്തം. മറ്റേ നമ്മുടെ മോട്ടോർ വരെ അടക്കം ഇല്ല ഇത് വരല്ല. ശരി. ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ സാധാരണ നമുക്ക് മീനുകളുടെ ക്വാണ്ടിറ്റി കുറയും ഇടണത്. ഇതിൽ വെച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിടാം. കാരണം അതായത് ബയോഫ്ലോപ്പിനേക്കാൾ അഡ്വാൻസ് ബയോഫ്ലോപ്പ് അല്ലേ? അപ്പൊ അതെന്തും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുന്നത്? വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇതില് ഫുഡിന്റെ ഇപ്പൊ നമ്മള് ഒരു 100% ഫുഡ് കൊടുക്കേണ്ടത് അതൊരു 70% ഫുഡ് കൊടുത്താൽ മതി. പിന്നെ ബാക്ടീരിയ തന്നെ വീണ്ടും റിട്ടേൺ അത് തിന്നിട്ട് അതിനെ തീറ്റയാക്കി മാറ്റും ഈ മീനുകൾ തന്നെ. അങ്ങനെ പിന്നെ ഉണ്ട്. പിന്നെ കറണ്ടിന്റെ ചാർജ് കുറച്ച് തരും. കാരണം ഫുൾ ടൈം വേണ്ട. അത് എപ്പോഴെങ്കിലും കുറച്ച് ഇതായി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മീനുകളുടെ എണ്ണം മറ്റേല് 1500 വെച്ചാൽ അതിൽ ഏകദേശം 2500. ഈ 10 സെന്റിൽ 1500 അങ്ങനെ 1500 ഇതില് 2 ലക്ഷം മീൻ വരെ ഇടാൻ പറ്റും. നമ്മളെ ഓരോ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ സാധാരണ സിസ്റ്റത്തില് 1500 ഇടുന്ന സ്ഥലത്ത് നമുക്കൊരു 2500-3000 വരെ മീനുകളെ അത്രയും എക്സ്ട്രാ ക്വാണ്ടിറ്റി അതിനേക്കാൾ അതിന്റെയൊക്കെ ഇരട്ടി വരെ ഇടാൻ പറ്റും. ഇതിൽ കൂടുതൽ ഇടാൻ പറ്റും. കൂടുതൽ മീനുകളെ ഇടാൻ പറ്റുന്നല്ലേ? ഇതിപ്പോ അവിടുന്ന് വരുന്ന പൈപ്പിന്ന് ഇത് വെച്ച് കൊടുത്തിരിക്കട്ടോ. അതിലൊക്കെ ഓരോ പൈപ്പ് കൊടുക്കുക. അപ്പൊ 2 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് മാത്രമേ തുറന്നിട്ടുള്ളൂ കണ്ടോ. ബാക്കി ഇതൊക്കെ അടച്ചു കിടക്കുക. അത് കൂടെ ഒക്കെ വേണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എയർ കൊടുക്കാം. അത് ആ പൈപ്പ് ഇങ്ങനെ സെന്ററിൽ കൂടെ കൊടുത്തിരിക്കുകയാണ്. അതുവരെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വന്നതിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അത് നമ്മുടെ സുധിയാണ്. നമ്മുടെ വെള്ളഷെട്ട് ഇട്ടിക്കണു സുധിൻ പറയും. അവൻ എന്താ വെച്ചാൽ അവൻ ഈ ഫാമില് അവനിങ്ങനെ അവന് മീൻ കൃഷിയായിട്ട് കുറച്ച് എന്താ പറയാ കുറച്ച് നടത്തണം എന്നൊക്കെ പ്ലാനിങ് ഉള്ളവനാ. അപ്പൊ അവൻ ഇവിടെ കുറച്ചു കാലം വന്നൊന്ന് വർക്ക് പഠിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഇവിടെ വർക്കിന് വേണ്ടി വരുന്നുണ്ടാവും ചിലപ്പോൾ. അത് അവന്റെ ഇഷ്ടങ്ങളാണ്. അവൻ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് സംഭവം വളരെ എളുപ്പം, വളരെ ഇഷ്ടമായി. ഇതിന്റെ ചെലവാണെന്ന് ചോദിക്കുന്നുണ്ട്. ചെലവൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എത്ര രൂപ വന്നു. ഇപ്പോൾ ഈ ടാർപ്പായ മോട്ടർ, പിന്നെ എന്താ പറയുക ഈ എയറിൻ്റെ ഒക്കെ പിന്നെ ചെറിയ പൈപ്പ് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഒരു മോട്ടർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഒരു മോട്ടർ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഇതിലുള്ള വെള്ളം തന്നെ ഇങ്ങനെ 4 പുറം അടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഉപയോഗിച്ചിരുന്ന ടാർപ്പായതാണ് കേട്ടോ. അതായത് ഈ കുളത്തിൽ ഫുള്ളായിട്ടിരിക്കുന്ന ടാർപ്പായാണിത്. 650 GSM ടാർപ്പായാണ് ഇട്ടിരിക്കുന്നത്. 6 വർഷത്തെ ഗ്യാരണ്ടി. ഇതിപ്പോ എത്രയുടെ സൈസ് എത്ര കിട്ടി? നമുക്ക് ഇഷ്ടമുള്ള സൈസിന് കിട്ടും അത്. അതെവിടുന്ന ചെയ്ത്? ഇവിടെ ഒന്ന് ചെയ്തരും അല്ലേ? ഓ ശരി. ഇത് കണ്ടത് ഇവിടെ ഒട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം. ഇത് കമ്പനിക്കാർ ഇവിടെ വന്ന് ചെയ്തു കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഇത് കേട്ടോ. ഏകദേശം 25 ലക്ഷത്തോളം അടുത്ത് ചെലവായിരിക്കണമെന്നാ പറയണേ. അതില് ബോർവെല് എല്ലാം പെട്ടുണ്ട് കേട്ടോ. ബോർവെൽ അത് ഇതുവരെയുള്ള ചെലവുകളാണ് അവർക്ക് സ്ഥലം ഇങ്ങനെ ആക്കല് തുടങ്ങിയിട്ട് കറണ്ട് കണക്ഷൻ എടുക്കാനും എല്ലാം കൂടി കേട്ടോ. ഒരു 25 ലക്ഷത്തിന്റെ അടുത്ത് അവർക്ക് ചെലവ് വന്നിരിക്കണം. കറണ്ട് കണക്ഷൻ എടുക്കല്, പിന്നെ ഈ മോട്ടർ, അതിന്റെ വയറിങ്, പ്ലംബിങ് പറഞ്ഞ് ഇതുവരെയുള്ളതൊക്കെ. ആ ഉള്ളിൽ ഫുള്ളൊരു വെള്ള കളർ കാണാല്ലേ, ബ്ലീച്ചിങ് പൗഡർ ആണ് കേട്ടോ. അതാ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിൽ മീൻ ഇട്ടിട്ടില്ല. അപ്പൊ അതിന്റെ മുന്നുള്ള ശുദ്ധീകരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും എന്താ ഉദ്ദേശം? എന്താ ഈ 2 ചെയ്യണതിന്റെ ഉദ്ദേശം? ഇതും നോർമലി അഡ്വാൻസ് ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ ഞങ്ങൾ വീടുകളിൽ ചെറിയ കുളമൊന്നും കുത്താൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അതേമാതിരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരിയുള്ള ടാങ്ക്. ഇതിപ്പോ ഇങ്ങനെ വൃത്തികേടായി കിടക്കണ മറ്റേ കുറച്ച് ഡിലേ. പിന്നെ ഇതൊക്കെ വെട്ടാണ്ടല്ലേ? ശരി. ഇത് തേലൊക്കെ വേലാണ്. അതായത് ഇതില് കുട്ടികളെ കൊടുന്നിടും. ഇപ്പൊ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഇതിലെ കുട്ടികളെ കൊടുന്ന് ട്രീറ്റ് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് കുളത്തിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. ഇതില് ഈ ഞാൻ ഇപ്പൊ നേരത്തെ കാണിച്ചതുണ്ടല്ലോ, ആ രീതി അവർ ശരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പൊ എത്ര സ്ഥലം ഉള്ളൂ? ചിലപ്പോൾ നമ്മള് നേരത്തെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഉള്ളൂവെങ്കിൽ, ഈ ഒരു കാണുന്ന സ്ഥലം നിങ്ങൾക്ക് ഉള്ളൂവെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർ വീട്ടിൽ വന്നിട്ട് ഈ സാധനം സെറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ വന്നിട്ട് ഈ സാധനം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിന്റെ ചോട്ടിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ ഇടാം. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനോ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ മതി. അവർ വന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അതിപ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ വന്ന് വെച്ചുതരും. അതിന്റെ സംശയങ്ങൾ ചോദിക്കുക, അതിന്റെ റേറ്റ് എങ്ങനെ കാര്യങ്ങളെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിക്കൂടാ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ മീൻ വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വന്ന് സഹായിക്കും ചെയ്യും നിങ്ങളെ.
എന്തായാലും ചോട്ടിലെ നമ്പർ കൊടുക്കാറുണ്ട്. ഏട്ടൻ്റെ പേരെങ്ങനെ ചോദിച്ചിട്ട്? എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. പ്രശാന്ത്. ശരി ശരി. ഇതാണ് ഇതിൻ്റെ വെള്ളം ഔട്ട് പോണ പൈപ്പ് ഇട്ടാ വേണ്ട. ഈ ഇതിങ്ങനെ വെള്ളം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതായത് ഇതിൽ വെള്ളം കയറാനനുസരിച്ചിട്ട് ഓവർഫ്ലോ പൈപ്പ് ഇട്ടിരിക്കുകയാണ്. ഇത് രണ്ടിൻ്റെയും കൂടി ഒറ്റ ഒന്നാണോ? ഇത് 4 മീറ്ററിന്റെ കേട്ടോ. ഇതിന് കോസ്റ്റ് വരുന്നത് 74,000 രൂപ ഈ ഒന്നിന് അല്ലേ? ഇത് 74,000. ഇത് 4 മീറ്ററിന്റെ ആണ്. 4 മീറ്റർ ഹൈറ്റ് ആണെന്ന് തോന്നുന്നു. 4 മീറ്റർ ഹൈറ്റ് അല്ലേ പറഞ്ഞത്? അല്ല, 4 മീറ്റർ. സോറി, 4 മീറ്റർ. 4 മീറ്ററിന്റെ ആണ് ഇത് വരുന്നത്. ഇത് ഹൈറ്റ് എത്ര വരുന്നത്? 4 അടിയോളം. 1.5 മീറ്റർ അല്ലേ? 1.25 മീറ്റർ ഹൈറ്റ്, 4.5 മീറ്റർ വീതി. ആ വരുന്നതിന് 75,000 രൂപ ചെലവ് വരുന്ന പറയണത് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും എന്റെ ചെറുതും ഉണ്ട് വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചോട്ടിൽ നമ്പർ കൊടുക്കാം, വിളിച്ചു പറയാം. ഇതൊക്കെ നമ്മുടെ ഒരു ഫ്ലക്സിന്റെ പോലത്തെ അതിന്റെ കട്ടിയുണ്ട് കേട്ടോ. ഇതിന്റെ അതേപോലത്തെ ടർപ്പായി ഇട്ടിരിക്കണത്. ഇതിപ്പോൾ ഉള്ളിൽ പാകയിലൊക്കെ വീണ് കിടക്കാം. അതിന്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ മുകളിൽ ലാബിൻ്റെ ഇതുള്ളതുകൊണ്ടേ അഞ്ഞ് അതൊക്കെ വെട്ടി ഇതാക്കണം എന്നാണ് പറഞ്ഞിരിക്കണത്. എന്നാലും അതിൽ വെള്ളം ശുദ്ധിയായി കിടക്കുള്ളൂ, വെള്ളം വൃത്തിയായി കിടക്കണമല്ലോ. സൈഡിൽ യൂഫോം ഷീറ്റൊക്കെ വെച്ചിരിക്കുകയാണ്. കാരണം അങ്ങോട്ട് തുളകളും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കണത്. തൊട്ടടുത്തുള്ളൊരു ഫാമിക്ക് വന്നിരിക്കുക കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്ത് വീടാ. അപ്പോൾ അതും കൂടി നോക്കാൻ വേണ്ടി കയറിയതാ. ഇതിലേത് മീനാട്ടാ? ഫിലോപ്പിയാണല്ലേ? ശരി ശരി ശരി. ഇതിപ്പോ അതേ മറ്റേ ഇതൊക്കെ വെച്ചോണ്ടാ ചെയ്തിരിക്കണത്. ഞങ്ങളിപ്പോൾ അവിടുന്ന് പോന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ അവിടുന്ന് പോന്നിട്ട് ഞങ്ങള് മറ്റൊരു കുളത്തിന്റെ അവിടെ കാണാൻ വലിയൊരു കുളമാണ്. ഇതൊക്കെ ആറങ്ങോട്ടൊരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ വലിയൊരു കുളത്തിന്റെ അവിടെ വന്ന് നിൽക്കണത്. നമ്മുടെ വണ്ടി അവിടെ കിടക്കണു. ഇനിയാണ് ഞങ്ങളുടെ അടുത്ത മെയിൻ ഉദ്ദേശം. ഫാം കാണലല്ല ഉദ്ദേശം കേട്ടോ. ഫാം ഒരു സെക്കൻഡറിയാണ്. ഞങ്ങളുടെ ഫസ്റ്റ്, അതായത് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ ഒറ്റ ഉദ്ദേശത്തിലാണ്. അത് കേച്ചേരിക്കടുത്ത് വേലൂര്. പലർക്കും അറിയുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, പലരും പോയതാവും നമ്മുടെ പരിസരത്ത്. കാരണം നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന, നല്ല എരിവുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഭക്ഷണശാല എന്നൊക്കെ നന്നാക്കി പറയും, പക്ഷേ അത് ശരിക്കും ഒരു കള്ള് ഷാപ്പാണ്. ഞങ്ങൾ പോണത് കള്ള് കുടിക്കാനല്ല, കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ല. ഞങ്ങൾ പോണത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക. ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഈ ബാക്ക് ക്യാമറയിൽ എടുക്കണം കേട്ടോ. നല്ല സുന്ദരമായ ദൃശ്യമാണ്. അതന്നെ കുറച്ച് അധിക നേരം ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ദൃശ്യം മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം നല്ലൊരു കുളവും അതിൻ്റെ നാലുപുറവും പച്ചപ്പൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങാറില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ വേലൂരിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ വിളിച്ചു പോകണമെന്നാണ് ശരിക്കും പറഞ്ഞേക്കണം. ഞങ്ങളിന്ന് വിളിച്ചു പോകണമെന്നില്ല. ഞങ്ങൾ നേരെ പോയി നോക്കുകയാണ് എന്തൊക്കെയാണ് അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ സ്ഥലം, വേലൂര്. കേച്ചേരിക്കടുത്ത്. കേച്ചേരിയിൽ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ, ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. ഹട്ടുകളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇതാ അതിൻ്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്ന്. ഒരുപാട് ഒരു 5-ഓളം ഹട്ടുകളുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലിരുന്ന് കഴിക്കാനുണ്ട്. ഇവർ ചെന്ന ഉടനെ തന്നെ കൈ കഴുകി എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഫുഡ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് ഉള്ളിൽ കയറി നോക്കട്ടെ.
നോക്കുമ്പോൾ അവിടെ കുറേ കറികളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയുള്ളത് എന്നൊന്നും അറിയില്ല, അപ്പോൾ ചോദിച്ചു നോക്കണം. ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ. ഇത്രയും അവരെ നമ്പർ കണ്ടില്ലേ? എന്തെങ്കിലും ഫോണുള്ളവർ ആ നമ്പറിലൊന്ന് വിളിച്ചു വെച്ചിട്ട് പോവാട്ടോ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ഫാമിലിയൊക്കെ ആയിട്ട് പോവാട്ടോ. അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കുറേ ഹട്ടുകൾ കാണിച്ചില്ല, അതിലൊക്കെ ഫാമിലികളാണ് വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. നല്ല സേഫ്റ്റിയാണ്, നല്ല സ്ഥലമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഓർഡർ കൊടുത്തിരിക്കണോ അവർ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ആദ്യത്തേതായിട്ടുള്ള പൂളക്കിഴങ്ങ്, നല്ല ചൂട് പാറുന്ന പൂളക്കിഴങ്ങ്. ഓരോ ചില നാട്ടിൽ കപ്പ, കൊള്ളി എന്നൊക്കെ പല പല പേരിൽ അറിയപ്പെടുന്നവനാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സപ്ലൈ ഈ കോവിഡിൻ്റെ വിഷയം കാരണം അവരോട് വെച്ചതരുള്ളൂ, നമ്മൾ തന്നെ പോയി എടുക്കണം. അപ്പോൾ ചിക്കനും കപ്പയും രണ്ടും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റ് കാടമുട്ട. ഇത് 2 പ്ലേറ്റ് കാടമുട്ടയാണ് കേട്ടോ, ഒരു പ്ലേറ്റ് അല്ല, ഇത് 2 പ്ലേറ്റ് കാടമുട്ടയാണ്. പിന്നെ ഞങ്ങൾ 3 പേർക്ക് കഴിക്കാനുള്ള ഈ പൂളക്കിഴങ്ങും ഓരോന്ന് മേടിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് അവരിങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇനിയും സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അവിടെ അപ്പം തന്നെ നമുക്ക് ലൈവായി ഉണ്ടാക്കി തരികയാണ്. ചിക്കനൊക്കെ ഒരു പകുതി ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയും കൂടി ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും. മീൻകറി, പിന്നെ കപ്പ, പുളക്കിഴങ്ങ്, പല നാട്ടിലും പലതാ പറയുക. പിന്നെ ചിക്കൻ ചില്ലി മേടിച്ചിട്ടുണ്ട്. പിന്നെ കാടമുട്ട ഫ്രൈയും ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ഞങ്ങൾ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനിയുണ്ട് സാധനങ്ങൾ, പതുക്കെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ കുറച്ച് എന്താ വെച്ചാൽ ഈ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് വളരെ കുറച്ച് ഫുഡ് ഇവിടെ ഉള്ളൂ. ഈ ലോക്ക്ഡൗണിൽ അവർ പറഞ്ഞിരിക്കുന്നത് 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് തുടങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും കുറേ ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. അവർ ഓർമ്മയിൽ അന്ന് ഇങ്ങോട്ട് തിരിച്ചത്. ഐറ്റംസ് കുറവേ ഉള്ളൂ. പിന്നെ അതല്ല, നമുക്ക് പ്രത്യേകം ഞാൻ നേരത്തെ കാണിച്ചു കുറേ ഹട്ടൊക്കെ ഉണ്ട് നമുക്ക് പ്രത്യേകം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളാണ്. അതപ്പോൾ നമ്മളിവിടെ പിന്നിക്ക് വന്നു. ഞങ്ങൾ 3 ആളും കൂടി തുടങ്ങുകയാണ്. ഇപ്പോൾ ഇതാ പൂളക്കിഴങ്ങ് സാധനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഒരു ചില്ലി കൂടി ഓർഡർ ചെയ്തു കേട്ടോ. മറ്റേ കൊണ്ട് ഒന്നും ആവണില്ല. അപ്പോൾ ഞങ്ങളൊരു ചില്ലി കൂടി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഒന്നും പറയാനില്ല, നല്ല ഫുഡാണ്. ഇനി എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പ്രദീപൊക്കെ തുടങ്ങിയിരിക്കണു. എങ്ങനെയുണ്ട് ഉഷാർ? എന്തെങ്കിലും കുഴപ്പം പറയണ്ടോ? പറയടാ. അതുണ്ടാവും. നല്ല എരിവുണ്ട് പറഞ്ഞ പോലെ കേട്ടോ. സൂപ്പറാണ്. ഒപ്പം കള്ളു കൊടുക്കുന്ന വെച്ചാൽ നല്ല കാര്യം കേട്ടോ. നമ്മൾ പിന്നെ കൂട്ടത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒപ്പമുള്ള ടേസ്റ്റ് അറിയില്ല. എന്തൊക്കെയാ മേടിക്കാം എന്ന് പറയാൻ മറന്നു കേട്ടോ. ഇത് പൂളക്കിഴങ്ങിൻ്റെ, ഇത് താറാവാണ് കേട്ടോ, താറാവ് കറി. ഇതൊരു മീൻ കറി. ഇത് ചിക്കനാണ് കേട്ടോ. ഇത് കാടമുട്ട. പിന്നെ മറ്റേ 2 പ്ലേറ്റും തന്നെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചിരിക്കണത്. പിന്നെ ഒരു ഞണ്ടും കൂടി പറഞ്ഞു കേട്ടോ. ഒന്നും മതിയാവണില്ല, ഞണ്ടും കൂടി പറഞ്ഞു. പിന്നെ ഒരു 4 പൊറാട്ട ഭംഗിക്ക്, അത് വേറെയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്തി, വയറ് നിറഞ്ഞോട്ടെ വെച്ചിട്ടാ. ഇനി ഇതെങ്ങാനും കഴിച്ചിട്ട് ഞാൻ തടിച്ചാലോചിട്ടാ. അപ്പോൾ നല്ലോണം വയറിഞ്ഞ് കഴിക്കന്നെയാണ്, എന്നറിയട്ടെ. അപ്പോൾ ഞണ്ട് സംഭവം ഞാൻ വിചാരിച്ച പോലല്ല, കുറച്ച് പണി ഉണ്ടായി കഴിക്കാൻ. ഞണ്ട് കുറച്ച് മുട്ടാണ്. അപ്പോൾ ഞാനത് തൊട്ടിട്ടില്ല, എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി അത് കാര്യത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരുവിധം പ്ലേറ്റ് കൂട്ടിയെ കണ്ട പോലെ ഒക്കെ ഒന്നുമില്ലാതെ ഇല്ലായി കിടക്കുകയാണ്. തട്ടായിട്ടായിരിക്കുന്നത്. നല്ല ഫുഡാണ് കേട്ടോ. ഭയങ്കര എരിവുണ്ടത് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ വയറ് നിറഞ്ഞു കേട്ടോ. ആശാനും മടങ്ങിയിരിക്കാൻ പറ്റണില്ല. പ്രദീപാട്ടും പിന്നെ പോയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്. ഇനി വേലൂരിൽ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ എന്താ പറയാ കുന്നംകുളം വഴി നേരെ കുന്നംകുളം കയറിയിട്ട് നേരെ കേച്ചേരി, കുന്നംകുളം, പട്ടാമ്പി ഞങ്ങൾ നേരെ ഇനി പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.